നമസ്കാരം, മഷിത്തണ്ടിലേക്ക് സ്വാഗതം. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ താപനിലയിലുണ്ടാകുന്ന മാറ്റങ്ങളോട് പല്ലുകളും പ്രതികരിക്കുന്നു. ഇന്ന് മഷിത്തണ്ട് പറയുന്നത് പല്ലുകളെ തണുത്ത കാലാവസ്ഥ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. തണുത്ത വായു പല്ലുകളിൽ സ്പർശിക്കുമ്പോൾ അവയിലെ ഞരമ്പുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും വേദനയോ ആർദ്രതയോ ഉണ്ടാക്കുകയും ചെയ്യും. തണുത്ത വായു ഏൽക്കുമ്പോൾ പല്ലിൻ്റെ ചെറിയ സങ്കോചവും പിന്നീട് ചൂട് വീണ്ടെടുക്കുമ്പോൾ വികസിക്കുന്നതുമാണ് ഇതിന് കാരണം. ഇത്തരം ചെറിയ മാറ്റങ്ങൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് പല്ലുകൾ കൂടുതൽ സെൻസിറ്റീവ് അല്ലെങ്കിൽ വായിൽ ഏതെങ്കിലും തരത്തിലുള്ള ദന്തവൈകല്യമുള്ള ആളുകൾക്ക് തണുത്ത കാലാവസ്ഥയുടെ ഫലമായി നിരവധി ദന്തപ്രശ്നങ്ങൾ ഉണ്ടാകാം. അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഒന്നാമത്തേത് ഡെൻറ്റൈൻ സെൻസിറ്റിവിറ്റി. ശൈത്യകാലത്ത് ആളുകൾക്ക് പലപ്പോഴും പല്ലുകളിൽ സംവേദനക്ഷമത വർദ്ധിക്കുന്നു. പല്ലിൻ്റെ ഇനാമൽ ഇല്ലാതാകുമ്പോൾ ഉള്ളിലെ മൃദുവായ ഡെൻറ്റൈൻ പാളി തുറന്ന് കാട്ടപ്പെടുമ്പോൾ ഇത് സംഭവിക്കുന്നു. തണുത്ത വായു അല്ലെങ്കിൽ ചൂടുള്ളതും തണുത്തതുമായ പാനീയങ്ങൾ സമ്പർക്കം പുലർത്തുമ്പോൾ മൂർച്ചയുള്ള വേദന പ്രത്യക്ഷപ്പെടാം. അടുത്തത് വരണ്ട വായ. തണുത്ത വായുവും അന്തരീക്ഷത്തിലെ ചൂടും വായ വരണ്ടതാക്കും. ഇത് ഉമിനീർ ആസിഡ് കുറയ്ക്കുന്നു. ഉമിനീർ കുറവാണെങ്കിൽ ദ്വാരങ്ങൾ, മോണപ്രശ്നങ്ങൾ, ഫാലിറ്റോസിസ് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കും. പല്ലുകളിലെ വിള്ളലുകൾ. ചൂടും തണുപ്പും മാറി മാറി വരുന്നത് പല്ലുകൾ പൊട്ടാൻ ഇടയാക്കും. വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് നിങ്ങൾ ദന്ത ഫില്ലിങ്ങുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. മോണയിലെ അസ്വസ്ഥത. തണുത്ത കാലാവസ്ഥ മോണയിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും അസ്വസ്ഥതയോ സംവേദനക്ഷമതയോ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മോണരോഗമുണ്ടെങ്കിൽ തണുത്ത വായു രോഗലക്ഷണങ്ങൾ വഷളാക്കും. ഇത് കൂടുതൽ രക്തസ്രാവം അല്ലെങ്കിൽ വീക്കത്തിലേക്ക് നയിച്ചേക്കാം. തണുത്ത കാലാവസ്ഥയിൽ പല്ലുകൾ സംരക്ഷിക്കുന്നതിനുള്ള നുറുങ്ങുകൾ നോക്കിയിട്ട് വരാം. ശൈത്യകാലത്ത് നിങ്ങളുടെ പല്ലുകൾ കൂടുതൽ സെൻസിറ്റീവ് ആണെങ്കിൽ സംവേദനക്ഷമതയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ടൂത്ത് പേസ്റ്റുകളിലേക്ക് മാറുക. അത്തരം ഉൽപ്പന്നങ്ങൾ ഞരമ്പുകളിലേക്ക് വേദനാ സിഗ്നലുകൾ തടയാൻ സഹായിക്കുന്നു. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നന്നായി ജലാംശം ഉള്ളത് ഉമിനീർ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് ക്ഷയിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. തീവ്രമായ താപനിലയിലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. ദിവസത്തിൽ 2 തവണ ബ്രഷ് ചെയ്യുന്നതും എല്ലാ ദിവസവും ഫ്ലൗസ് ചെയ്യുന്നതും ദ്വാരങ്ങളും മോണരോഗങ്ങളും തടയാൻ സഹായിക്കുന്നു. ശരിയായ സമീകൃതാഹാരം ആരോഗ്യമുള്ള പല്ലുകളും മൊത്തത്തിലുള്ള വായുടെ ആരോഗ്യവും നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നു. ഈ ശൈത്യകാലത്ത് നിങ്ങളുടെ ദന്താരോഗ്യം ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ആ പുഞ്ചിരി തിളങ്ങാൻ ഇപ്പോൾ തന്നെ നടപടിയെടുക്കുക. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. മാത്രവുമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടു കൂടി നന്ദി.